മേരി ദൈവാലയത്തിൽ ഈശോയെ കണ്ടെത്തുന്നു. പെരുന്നാള് കഴിഞ്ഞ് നസ്രസിലേക്ക് മടങ്ങിയ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സംഘങ്ങൾ ഒരുമിച്ചു ചേർന്നപ്പോൾ ഈശോയെ കാണുന്നില്ല. മേരിയെ വിരയ്ക്കാൻ തുടങ്ങുന്നു. ജോസഫും മേരിയും പരസ്പരം കുറ്റം ചുമത്താതെ ജെറുസലേമിലേക്ക് നടക്കുന്നു. ക്ഷീണമോ വിശപ്പോ മേരിക്കില്ല. മടക്കയാത്ര ദീർഘമാണ്. കൂട്ടമായി സഞ്ചരിക്കുന്ന സഞ്ചാരികളെയും തീർത്ഥാടകരെയും നിർത്തി അവരോട് ചോദിക്കുന്നു. ദീർഘമായ ഒരു ദിവസത്തെ യാത്ര, തിരിച്ചു ജെറുസലേമിലേക്ക്. പിന്നീട് പട്ടണത്തിൽ ചൂടുപിടിച്ച അന്വേഷണം. 3 ദിവസത്തിനു ശേഷം, ഭാവിയിൽ അനുഭവിക്കാനിരിക്കുന്ന വേദനയുടെ ദിവസങ്ങളെ സൂചിപ്പിക്കുന്ന 3 ദിവസത്തിനു ശേഷം, മേരിയും ജോസും ക്ഷീണിച്ചു തളർന്ന് ദൈവാലയത്തിൽ പ്രവേശിക്കുന്നു. അങ്കണങ്ങളും നടപ്പുരകളും പിന്നിട്ട് അന്വേഷിക്കുന്നു. ഒരു ഫലവുമില്ല. എന്നാൽ പെട്ടെന്ന് ആൾക്കൂട്ടത്തിന്റെ പിന്നിൽ അവന്റെ സ്വരം കേൾക്കുന്നു. ജനക്കൂട്ടത്തിലൂടെ വഴിയുണ്ടാക്കി അവൾ അവന്റെ അടുത്തെത്തി. അതാ അവളുടെ പുത്രൻ കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പണ്ഡിതന്മാരുടെ മധ്യത്തിലിരിക്കുന്നു. മേരി വിവേകമതിയായ ഒരു കന്യകയാണ്. എന്നാൽ ഇപ്രാവശ്യം ഉൽക്കണ് വിവേകത്തെ മറികടക്കുന്നു. അവൾ പുത്രന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്യുന്നു. സ്റ്റൂളിൽ നിന്ന് ഈശോയെ എടുത്തു നിലത്തു നിർത്തിയിട്ട് ചോദിക്കുന്നു, ഓ, എന്തുകൊണ്ടാണ് നീ ഞങ്ങളോട് ഇത് ചെയ്തത്? 3 ദിവസമായി ഞങ്ങൾ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. മകനേ, നിന്റെ അമ്മ വേദന കൊണ്ട് മരിക്കുകയാണ്. നിന്റെ അപ്പൻ ക്ഷീണം കൊണ്ട് തളർന്നു പോയിരിക്കുന്നു. എന്തുകൊണ്ടാണിത് ഈശോ? ഒരു ദൗത്യത്തിനായി ഞാൻ വിളിക്കപ്പെട്ടു. ഞാൻ അത് നിർവഹിക്കുകയായിരുന്നു. ഭൂമിയിലെ അപ്പനും അമ്മയ്ക്കും മുകളിലായി ദൈവമുണ്ട്, ദൈവപിതാവ്. അവിടുത്തെ താൽപ്പര്യങ്ങൾ നമ്മുടേതിനേക്കാൾ ഉപരിയാണ്. അവിടുത്തെ സ്നേഹം മറ്റെല്ലാറ്റിനെയുംകാൾ ശ്രേഷ്ഠ. ഈശോ പറയുന്നു, പണ്ഡിതന്മാരുടെ രാജ്ഞിയായ മേരിക്ക് നൽകിയ പാഠത്തോടെ പണ്ഡിതരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതു ഞാൻ പൂർത്തിയാക്കി. അവൾ അത് ഒരിക്കലും മറന്നില്ല. ഞാൻ എളിമയോടെ അനുസരണയോടെ അവളുടെ സമീപത്തു തന്നെയുണ്ടായിരുന്നു. എന്നാൽ എന്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ വേരുറപ്പിച്ചിരുന്നു. ഞാൻ ഭൂമിയിലായിരുന്ന അടുത്ത 21 വർഷത്തിനുള്ളിൽ ധാരാളം സൂര്യപ്രകാശവും ഏറെ മേഘങ്ങളും ആകാശത്തിലുണ്ടാകും. വലിയ സന്തോഷങ്ങളും ധാരാളം കണ്ണീരും മാറി മാറി അവളുടെ ഹൃദയം അനുഭവിക്കും. എന്നാൽ ഇനി ഒരിക്കൽ പോലും അവൾ എന്റെ മകനെ, എന്തുകൊണ്ട് നീ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തു എന്ന് ചോദിക്കുകയില്ല.